ഡാഡി. എന്താണാവോ ഡാഡി ഇത്ര സ്വീറ്റ് ആവാൻ? മമ്മിക്കറിയോ, ഡാഡി പ്രോമിസ് ചെയ്തു പിക്നിക്കിന് കൊണ്ടുപോകാന്ന്. 2 ദിവസമായി ഇതും പറഞ്ഞ് ഞാൻ പിന്നാലെ നടക്കുന്നു. പുന്നാരമ്മ പറഞ്ഞപ്പോഴേക്കും റെഡി ആയല്ലേ? അപ്പോ മോനെ കൊണ്ടത് പറയിപ്പിച്ചത് നീയാണല്ലേ? ഏതായാലും പോകാമെന്ന് സമ്മതിച്ചല്ലോ. ആ മോനേട്ടാ, നമുക്ക് ഹേമയെ കൂടെ വിളിക്കാം. ഹേമയ്ക്ക് ജോലി തിരക്ക് കാണും ശ്രീദേവി. വെറുതെ എന്തിനാ നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? അവൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ആന്റിയെ കൂടെ കൊണ്ടുപോകാൻ ഡാഡി. എല്ലാവരും ഉണ്ടല്ലോ. ഹേമയ്ക്ക് 100 ആയുസ. ഞാൻ ഇപ്പൊ പറഞ്ഞുള്ളൂ. എന്താ വിശേഷിച്ച്? ശ്രീദേവി, ഞാനിപ്പോ ഇരിക്കു ഹേമേ. ഞങ്ങളൊരു പിക്നിക്കിന് ഹേമയെ കൂടി കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അയ്യോ ഞാനില്ല. അതെന്താ ഹേമേ? അമ്മായിക്ക് നല്ല സുഖമല്ല ശ്രീദേവി. അതുകൊണ്ട് കഴിയുന്നത്ര സമയം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാവണം. മോനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. മോനെ, ദേവിയുടെ ചായ കൊണ്ടുവരാൻ പറ. അവൻ എപ്പോഴും ആന്റിയുടെ കാര്യമുള്ളൂ പറയാൻ. നീ ഇല്ലെങ്കിൽ ഇന്നെന്റെ മോന്റെ സ്ഥിതി. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം അവനിപ്പോ അസുഖമൊന്നുമില്ലല്ലോ? ഇല്ല. അതന്വേഷിക്കാൻ എഴുതി വന്നതാ. ഞാൻ വരട്ടെ? വന്നല്ലേ ഉള്ളൂ. ചായ കുടിച്ചിട്ട് പോ. ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ചായ എപ്പോ ആണെങ്കിലും ആകാമല്ലോ. എനിക്ക് പോണം, സമയമായി. ഇരിക്കുന്നേ, ഇപ്പൊ കൊണ്ടുവരാന്നേ. കഷ്ടമാ മോഹനേട്ടാ, ഇങ്ങനെ മാനേജ് ഇല്ലാതെ പെരുമാറരുത്. ഒരച്ഛനെ ഹേമയോട് മിണ്ടിയില്ലല്ലോ. അവൻ എന്താ വിചാരിക്കുക? ഒന്നും വിചാരിക്കില്ല. That's really very bad of you. ആന്റിയുടെ തലയിൽ ചൂടാൻ കൊണ്ടുവന്നതാ. ഇത് ചൂടാൻ പറ്റാത്ത പൂവാണ് മോനെ. വാ മോനെ. മോഹനേട്ടനാ ഹേമയെ ശ്രദ്ധിച്ചോ? ഞാൻ പറഞ്ഞതിൽ നിന്ന് എന്ത് വ്യത്യാസം വന്നിരിക്കുന്നു? പണ്ടൊക്കെ അവളുടെ നാക്ക് അടങ്ങിക്കിടക്കില്ല, ഒരാളെയും വകവയ്ക്കില്ല. പഴയ സ്വഭാവങ്ങളൊക്കെ ഇത്ര പെട്ടെന്ന് മാറുമോ മോഹനേട്ടാ? എന്റെ പ്രായം അവൾക്ക്. എന്നിട്ടും കല്യാണം കഴിക്കാത്ത എന്താണെന്നറിയില്ല. പ്രേമനൈരാശ്യാകാൻ വഴിയില്ല. പ്രേമം അവൾക്ക് അലർജിയാ. എന്താ പാൽ കുടിക്കുന്നില്ലേ മോഹനേട്ടാ? എന്താ ഈ ലോകത്തിലൊന്നും അല്ലേ? ഇത് കുടിക്കൂ. വേണ്ട ശ്രീദേവി, എനിക്കെന്തോ വായിക്ക് രുചി തോന്നുന്നില്ല. ഓക്കേ. എനിക്കിന്ന് വല്ലാത്തൊരു തലവേദന തോന്നുന്നു. നീ ഉറങ്ങിക്കോ. ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. ഇന്നെന്താ എത്ര തിരക്ക്? ടിഫിൻ പോലും ശരിക്കും കഴിച്ചില്ലല്ലോ. ഓഫീസിൽ നിറയെ ജോലിയുണ്ട്. നേരത്തെ പോയാൽ തീർക്കാൻ പറ്റും. മോനെ നീ തന്നെ സ്കൂളിൽ കൊണ്ടുവിട്ടാൽ മതി. എന്താ മോഹൻ? ഹേമ പുറപ്പെട്ടു കഴിഞ്ഞു. വരൂ, കയറിയിരിക്കാം. വേണ്ട, എനിക്ക് ഹേമയോട് അല്പം സംസാരിക്കാനുണ്ട്. ഇവിടെ വെച്ച് വേണ്ട, നമുക്കൊന്ന് പുറത്തു പോകാം. ശരി, ഞാൻ പുറകെ വരാം. ഒരുപക്ഷെ അനുഭവങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കാൻ ഹേമയെ പ്രേരിപ്പിച്ചിരിക്കും.
എല്ലാം ഹേമയോട് തുറന്നു പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരവസരം കിട്ടിയില്ല. മറന്നു തുടങ്ങിയതൊക്കെ ഇന്നെന്നെ ഓർമ്മിപ്പിക്കാണോ? അല്ല, മനസ്സിൽ കിടന്ന് വീർപ്പുമുട്ടുന്ന ചില സത്യങ്ങളുണ്ട്. ഹേമയോട് തുറന്നു പറഞ്ഞാൽ മാത്രമേ എനിക്ക് സ്വസ്ഥനാവാൻ കഴിയൂ. മരിക്കാൻ കിടക്കുന്ന അച്ഛന്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി എന്നോടൊത്ത് ജീവിക്കാൻ കൊതിച്ച ഹേമയെ എനിക്ക് മറക്കേണ്ടി വന്നു. വീണ്ടും ഒരിക്കൽ ഹേമയെ കണ്ടുമുട്ടുമെന്നോ എന്റെ ഭാര്യ ഹേമയുടെ അടുത്ത സുഹൃത്തായിരിക്കുമെന്നോ സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. തീർത്തും സുന്ദരമായൊരു ദാമ്പത്യ ജീവിതമാണ് എനിക്കുള്ളത്. പക്ഷേ ഒരു വെടിമരുന്ന് ശാലയെ പോലെയാണത്. ചെറിയൊരു തീപ്പൊരി മതി അത് പൊട്ടിത്തെറിച്ചാളിക്കത്താൻ. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരരുതെന്ന്, ശ്രീദേവിയെയും മോനെയും കാണരുതെന്ന്. മോഹൻ, ഞാൻ അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ല. ഞാൻ ഒരിക്കലും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ കടന്നു വരില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം മോഹൻ ശ്രീദേവിയുടെ ഭർത്താവ് മാത്രമാണ്. ഹേമേ, അമ്മായി. അല്ല, ശ്രീദേവിയോ? എവിടെ പോയിട്ട് വരുന്നു? ടൗണിൽ നിന്നു. ഈ വഴി പോയപ്പോൾ ഒന്ന് കയറിയതാ. ഹേമ വന്നില്ലേ? ഇല്ല. ഹോസ്പിറ്റലിൽ പോയാൽ അവളെല്ലാം മറക്കും. മോൻ എങ്ങനെ ഇരിക്കുന്നു? സുഖമുണ്ട് അമ്മായി. സ്കൂളിൽ പോയി തുടങ്ങി. രാവിലെ മോഹൻ ഇവിടെ വന്നിരുന്നു. ഒന്ന് കയറി ഇരുന്നു പോലുമില്ല. മോഹനേട്ടനോ? ഹേമയുമായി എന്തോ സംസാരിക്കുന്നത് കണ്ടു. കാറി കയറി പോവുകയും ചെയ്തു. വിനോദിന്റെ കാര്യം വല്ലതും അന്വേഷിക്കാൻ വന്നതായിരിക്കും. മോനെന്ന് പറഞ്ഞ ജീവനാ. ശ്രീദേവി ഭാഗ്യമുള്ളവളാ. സ്നേഹമുള്ള ഒരു ഭർത്താവിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൽ കവിഞ്ഞൊന്നുമില്ല മോളെ. മോള് വന്നിരിക്കെ, ഞാൻ കാപ്പി എടുക്കാം. വരൂ. എന്താ മിസ്റ്റർ വാര്? ഡോക്ടറോട് ഒരു കാര്യം ചോദിക്കാണ്ടായിരുന്നു. എന്താ? എന്റെ ഓപ്പറേഷൻ തീരുമാനിച്ചു. സന്തോഷായി. ഡോക്ടർ, ഏതായാലും എന്റെ കാര്യം കണക്കിലെടുത്തൂലോ? പോകാൻ എടുക്കുവായോ? അതെ, പോയിട്ട് ഒരുപാട് ജോലികൾ ബാക്കി കിടക്കണ്ടേ. ഒരു മിനിറ്റ്. ഡിസ്ചാർജ് ചെയ്തോളൂ. ഞങ്ങളുടെ ഓപ്പറേഷന്റെ കാര്യം വീട്ടിലറിയിക്കണ്ടേ? അതിന്റെ ഒന്നും ആവശ്യമില്ല. അവരവിടുന്ന് ഇങ്ങോട്ട് വരികയെന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ പ്രയാസമുള്ള കാര്യങ്ങളാ. ഇതങ്ങിട്ട് കഴിഞ്ഞാൽ എനിക്ക് അവരെ പോയി കാണാലോ. അതത്ര പെട്ടെന്ന് സാധിക്കൂ. കുറച്ചു ദിവസം ഇവിടെ കിടക്കേണ്ടി വരും. അത് സാരല്ല, എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകണം. അല്ലെങ്കിൽ ഒക്കെ അവതാളത്തിലാവും. ശരി, സമയമായി. കിടന്നോളൂ. അമ്മായി, ഞാൻ വരട്ടെ. ഹേമ വരാൻ ഇനിയും താമസിക്കും. ഇല്ല മോളെ, വരാറായി. അതെ, അവള് വന്നല്ലോ. പിന്നെ ഒരു കാര്യം, അടുത്ത പ്രാവശ്യം വരുമ്പോ മോനെയും കൊണ്ടേ വരാവൂ. രാവിലെ വന്ന രാത്രിയിലേ പോകാനൊക്കത്തുള്ളൂ. കേട്ടല്ലോ? ശരി അമ്മായി. ആഹാ, നീ എപ്പോ വന്നു? കുറെ നേരമായി. ഞാൻ പോകാൻ തുടങ്ങിയായിരുന്നു. ഇപ്പോഴേ പതുക്കെ അങ്ങ് പാടി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം ഒന്നുമില്ല. നിനക്ക് സുഖാണോ? അമ്മായി കാത്തൊക്കെ തന്നല്ലേ? അതെ. നീ ഇരിക്കും, ഞാൻ മുഖം കഴിയിട്ട് വരാം.
നമ്മൾ ഫോണിൽ സംസാരിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് മാത്രമായിരുന്നു എന്റെ ചിന്ത. നമ്മുടേതായ ഒരു കൊച്ചു സാമ്രാജ്യത്തിന്റെ സ്വപ്നങ്ങളായിരുന്നു എന്റെ മനസ്സിൽ. ശ്രീദേവി,